ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് ROC എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ 4 മെട്രിക്കുകൾ പറഞ്ഞു. അതുപയോഗിച്ച് കൺഫ്യൂഷൻ മെട്രിക്സുകൾ എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് 4 മെട്രിക്കുകൾ ഏതൊക്കെയാണ്? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫാൾ പോസിറ്റീവ് ആൻഡ് ഫാൾസ് നെഗറ്റീവ്. അതുകൂടാതെ തന്നെ നമ്മൾ അതർ പാരാമീറ്റേഴ്സ് ഫോർ മെട്രിക്സ് യൂസ്ഡ് ഇൻ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ മെട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഒരു കർവ് വരയ്ക്കുന്നുണ്ട്. ROC എന്ന് പറയുന്നത് ഒരു കർവ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ആ കർവ് ഈ ക്ലാസിഫയറിൻ്റെ പെർഫോമൻസ് ഡയറക്റ്റായിട്ട് രേഖപ്പെടുത്താൻ ക്ലാസിഫയറുടെ പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കർവാണ് ROC കർവ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ROC കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, അതിനകത്ത് എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിനകത്തുള്ള വേരിയസ് ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കോൺസെപ്റ്റാണ് TP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രൂ പോസിറ്റീവ്സ്. ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ വാല്യൂവും പ്രെഡിക്റ്റഡ് വാല്യൂവും സെയിം ആയിരിക്കണം. അതിനെ നമ്മൾ ട്രൂ എന്ന് പറയുന്നു. പോസിറ്റീവ് എക്സാമ്പിൾസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രൂ പോസിറ്റീവ്. ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ആക്ച്വലും പ്രെഡിക്റ്റഡ് വാല്യൂവും സെയിം ആണ്, പക്ഷേ നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിനെ ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നു. FP എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് കോൾഡ് ആസ് ഫാൾസ് പോസിറ്റീവ്. ആക്ച്വലും പ്രെഡിക്റ്റഡും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫാൾസ്. ഇനി പ്രെഡിക്റ്റഡ് ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് പോസിറ്റീവ്. ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻ ആക്ച്വലും പ്രെഡിക്റ്റഡും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നു റിസൾട്ടിൽ, പക്ഷേ പ്രെഡിക്റ്റഡ് വാല്യൂ ഒരു നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫാൾസ് നെഗറ്റീവ് വരും. ഈ 4 കേസുകൾ നമ്മൾ പറഞ്ഞു. ഇനി ഇത് വെച്ച് 2 മെട്രിക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഒന്ന് TPR ആൻഡ് അനദർ FPR. TPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ പോസിറ്റീവ് റേറ്റ്, അല്ലെങ്കിൽ ഇതിന് ഒരു പേരും കൂടെ പറയും, സെൻസിറ്റിവിറ്റി എന്ന് പറയും. അതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫാൾസ് നെഗറ്റീവ് ആണ് TPR വാല്യൂ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വേറൊരു രീതി പറയും, ട്രൂ പോസിറ്റീവ് റേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ 2 വാല്യൂവും നമുക്ക് TPയും TNും FPN ഉണ്ടെങ്കിൽ TPR ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് FPR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൾസ് പോസിറ്റീവ് റേറ്റ്. ഫാൾസ് പോസിറ്റീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫാൾസ് പോസിറ്റീവ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫാൾസ് പോസിറ്റീവ്സ് പ്ലസ് ട്രൂ നെഗറ്റീവ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫാൾസ് പോസിറ്റിവിറ്റി റേറ്റ്. അപ്പോൾ ഈ 2 വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യും, TPRും FPRും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇനി ROC സ്പേസിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇതിനകത്ത് FPR ഏതിനകത്തോട്ട് വെക്കും? ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ എന്താണ്? FPR പ്ലോട്ട് ചെയ്യും. Y ആക്സിസിൽ TPR പ്ലോട്ട് ചെയ്യും. അപ്പോൾ പ്ലോട്ട് FPR along the horizontal x-axis, TPR along the vertical axis. ഇതിനകത്ത് for each classifier, ROC space is that part of the planes which corresponds to FPR, TPR. FPR horizontal, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ പർട്ടിക്കുലർ ഇതിൽ നമ്മൾ ഒരു TPRും ഒരു പെർട്ടിക്കുലർ ക്ലാസിഫയർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ത്രഷോൾഡ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഒരു TPR FPR ഉണ്ടെന്ന് വിചാരിക്കുക, വേറൊരു TPR FPR ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലെയിൻ വരയ്ക്കുക. ഈ the region of space, that area that comes under this point is called as ROC space. അത് ഞാൻ അടുത്ത എക്സാമ്പിളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അതെന്താണ് ROC സ്പേസ് എന്നുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. ഇനി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ROC സ്പേസ്. റൈറ്റ് ടോപ്പ് കോർണർ പോയിന്റ് ഓൾവേസ് പോസിറ്റീവ് പ്രൊഡിക്ഷൻ. അതായത് ROC സ്പേസിൽ നമ്മൾ TPയും TRൻ്റെ വാല്യൂ ഏത് റേഞ്ചിലായിരിക്കും? TPRൻ്റെ വാല്യൂ ആക്ച്വലി ഫോർ എക്സാമ്പിൾ TPRൻ്റെ വാല്യൂ റിലൈസ് ബിറ്റ്വീൻ 0 to 1.
എഫ് പി ആറിൻ്റെ വാല്യൂവും ലൈസ് ബിറ്റ്വീൻ 0 to 1. ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടി പി ആറിൻ്റെയും എഫ് പി ആറിൻ്റെയും മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ 0ഉം ആവാം. ഇനി ഞാനൊരു ആർ ഒ സി കർവ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ടോപ്പ് റൈറ്റ് ടോപ്പ് കോർണർ, ദാറ്റ് ഈസ് ഈ പർട്ടിക്കുലർ പൊസിഷൻ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ്, ദിസ് ഈസ് ദ റൈറ്റ് ടോപ്പ് കോർണർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ടി പി ആർ 1ഉം എഫ് പി ആർ 1ഉം, അതായത് ഫാൾസ് പോസിറ്റിവിറ്റി റേറ്റ് 1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് വിൽ പോസിറ്റീവ് വാല്യൂസ് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യും, നെഗറ്റീവ് വാല്യൂസ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ പ്രൊഡിക്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് ഈ പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് പ്രഡിക്ഷൻസ് മാത്രമേ പ്രൊഡിക്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് ഈ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദി ആർ ഒ സി സ്പേസിന് പറയുന്നത്. ഇനി നമുക്ക് അറിയാം ഇതിൻ്റെ എക്സ് ആക്സിസിൽ ഇതിൻ്റെ വാല്യൂ എവിടം വരെയാണ്? 1 വരെ വരുന്നു. വൈ ആക്സിസിൽ അതിൻ്റെ വാല്യൂവും 1 വരും. മാക്സിമം ടി പി ആറും എഫ് പി ആർ വാല്യൂവും വരുന്നത് എന്താണ്? 1 വരെയാണ് വരുന്നത്. A classifier which produces this point in the ROC space never classify an example as positive neither rightly nor wrongly, because for this point ഇനി ലെഫ്റ്റ് ബോട്ടം കോർണർ പോയിന്റ് ഓൾവേസ് നെഗറ്റീവ് പ്രൊഡിക്ഷൻ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് ബോട്ടം കോർണർ പറഞ്ഞത് ദാറ്റ് ഈസ് ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 4 പോയിന്റ് ഇതുണ്ട്. ഈ ടോപ്പ് റൈറ്റ്, ബോട്ടം ലെഫ്റ്റ്, ടോപ്പ് ലെഫ്റ്റ് ആണ് പെർഫെക്റ്റ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ബോട്ടം ലെഫ്റ്റും ടോപ്പ് റൈറ്റും തെറ്റായിട്ടുള്ള പ്രഡിക്ഷനാണ് നമുക്ക് തരുന്നത് ഈ ആർ ഒ സി സ്പേസിൻ്റെ ഇത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദ ലെഫ്റ്റ് ബോട്ടം കോർണർ ഓൾവേസ് നെഗറ്റീവ് പ്രൊഡിക്ഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും നെഗറ്റീവ് പ്രഡിക്ഷനെ കാണിക്കത്തുള്ളൂ. എ ക്ലാസിഫയർ വിച്ച് പ്രൊഡ്യൂസസ് ദിസ് പോയിന്റ് ഇൻ ദ ആർ ഒ സി സ്പേസ് നെവർ ക്ലാസിഫൈ ആൻ എക്സാമ്പിൾ ആസ് പോസിറ്റീവ് neither rightly or wrongly, because for this point TP is equal to 0. TP is equal to 0 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ട്രൂ പോസിറ്റീവ് 0 ആണ്, ഫാൾസ് പോസിറ്റീവും 0 ആണ്. ട്രൂ പോസിറ്റീവ് 0 ആണെങ്കിൽ ടി പി ആർ 0 ആയിരിക്കും, ഫാൾസ് പോസിറ്റീവ് 0 ആണെങ്കിൽ എഫ് പി ആറും 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ പോയിന്റിലുള്ള ഒരു മോഡലിൻ്റെ ടി പി ആറും എഫ് പി ആറും ബോട്ടം ലെഫ്റ്റ് കോർണറിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മോഡൽ എപ്പോഴും ഏത് എക്സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാലും നെഗറ്റീവ് പ്രഡിക്ഷൻസ് തരുമെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഓൾ പോസിറ്റീവ് ഇൻസ്റ്റൻസ് ആർ റോങ്ലി പ്രഡിക്റ്റഡ് ആൻഡ് ഓൾ നെഗറ്റീവ് ഇൻസ്റ്റൻസസ് ആർ കറക്റ്റ്ലി പ്രഡിക്റ്റഡ്. ഇറ്റ് കമ്മിറ്റ്സ് നോ ഫാൾസ് പോസിറ്റീവ് എറേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ പോസിറ്റീവ് ഇൻസ്റ്റൻസസ് കൊടുക്കുകയാണെങ്കിൽ, ആക്ച്വലി പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിലും അത് നെഗറ്റീവായിട്ടേ പ്രഡിക്റ്റ് ചെയ്യത്തുള്ളൂ. ഏത് നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ഇൻസ്റ്റൻസസ് കൊടുത്തു കഴിഞ്ഞാൽ, പോസിറ്റീവ് എക്സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായിട്ട് പ്രഡിക്റ്റ്, ആക്ച്വലി അത് പോസിറ്റീവ് എക്സാമ്പിൾസ് ആണെങ്കിൽ അത് തെറ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യും. അതാണ് ഈ ബോട്ടം ലെഫ്റ്റ് കോർണറിൻ്റെ കാര്യം. ഈ റൈറ്റ് ടോപ്പ് കോർണറിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എ ക്ലാസിഫയർ വിച്ച് പ്രൊഡ്യൂസസ് ദിസ് പോയിന്റ് ഇൻ ദ ആർ ഒ സി സ്പേസ് ഓൾവേസ് ക്ലാസിഫൈസ് ആൻ എക്സാമ്പിൾ ആസ് positive, because for this point fn is equal to 0 and tn is equal to 0. All positive instances are correctly predicted and all negative instances are wrongly predicted. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം. fn is equal to 0 ആണ്. അപ്പോൾ എന്താണ്? എഫ് പി ആറും ടി പി ആറും എന്ത് വരും? ആ പർട്ടിക്കുലർ പോയിന്റിൽ 1 വരും. അപ്പോൾ ആ കേസിൽ പറ്റുന്ന എന്താണ്? പോസിറ്റീവ് ഇൻസ്റ്റൻസസ് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യും. ആക്ച്വലി പോസിറ്റീവ് ഇൻസ്റ്റൻസ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യും. നെഗറ്റീവ് ഇൻസ്റ്റൻസസ് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുകയില്ല. ഇറ്റ് കമ്മിറ്റ്സ് നോ ഫാൾസ് നെഗറ്റീവ് എറേഴ്സ്. ഇനി ലെഫ്റ്റ് ടോപ്പ് കോർണർ, അതാണ് പെർഫെക്റ്റ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മോഡലിൻ്റെ ടി പി ആർ വാല്യൂ 1ഉം എഫ് പി ആർ വാല്യൂ 0യുമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടി പി ആർ വാല്യൂ 1 എന്ന് വെച്ചാൽ ട്രൂ പോസിറ്റിവിറ്റി റേറ്റ് എന്താണ്?
1 ആണ്. അതായത് ട്രൂ പോസിറ്റീവായിട്ടുള്ള എല്ലാം എന്താണ്, കറക്റ്റാണ്. ഫാൾസ് പോസിറ്റീവായിട്ടുള്ള എല്ലാം ഒരൊറ്റ ഫാൾസ് പോസിറ്റീവും ഇല്ല. അതാണ് ഇത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് പോയിന്റ് വിൽ ഗിവ് യു ദി പെർഫെക്റ്റ് പ്രിഡിക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പെർഫെക്റ്റ് പ്രിഡിക്ഷൻ ആണ്. ഇത് പോസിറ്റീവ് എക്സാമ്പിൾസ് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യത്തില്ല, നെഗറ്റീവ് എക്സാമ്പിൾസ് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് നെഗറ്റീവ് എക്സാമ്പിൾസ് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യത്തില്ല, പോസിറ്റീവ് എക്സാമ്പിൾസ് മാത്രമേ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ 3 പോയിന്റ്സിൻ്റെയും പ്രത്യേകത. ഇനി നമ്മളൊരു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ, അപ്പോൾ ഇതാണ് ഈ ROC സ്പേസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ROC സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഒരു ഇത് TPRും FPR വാല്യൂവും പ്ലോട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഡയഗണലി വന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ അണ്ടർ ദിസ് കർവ് ഈസ് കോൾഡ് ആസ് ദി ROC സ്പേസ്. ROC സ്പേസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ അടുത്ത എക്സാമ്പിൾസിൽ പറഞ്ഞുതരാം. ഇനി അടുത്തത് ഈ എങ്ങനെയാണ് നമ്മൾ ROC കർവ് പ്ലോട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടെങ്കിൽ അതിന് TPR വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPയും FP ഒക്കെ ഒരൊറ്റ വാല്യൂ ഉള്ളൂ. ഈ ഒറ്റ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ ഇത്രയും വലിയൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഇതെങ്ങനെ ഇത് പ്ലോട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു ബ്രീഫായിട്ടൊരു ഐഡിയ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. Classifier in certain algorithms, for example, depends on parameters. For example, നമ്മളൊരു റിഗ്രഷൻ ഉപയോഗിച്ചൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം തരികയാണെങ്കിൽ, ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എക്സും വൈയും ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണെങ്കിൽ റിഗ്രഷൻ Z ഈസ് ഈക്വൽ ടു AX + BY. ഓക്കെ, അതിനകത്ത് A എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നു? പാരാമീറ്റർ എന്ന് പറയുന്നു. റിഗ്രഷൻ പ്രോബ്ലം ആണെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നു. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് റിഗ്രഷൻ പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, ഇനി ഈ എയുടെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ പാരാമീറ്റർ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പാരാമീറ്ററിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പാരാമീറ്ററിൻ്റെ ഒരു വാല്യൂ ഞാൻ 0.8 എന്നാണ് ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ 0.8ന് കുറവുള്ളതൊക്കെ പോസിറ്റീവായിട്ടും 0.8ന് ഗ്രേറ്റർ ദാൻ ഉള്ളത് നെഗറ്റീവായിട്ടും പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമുക്ക് ഒരു വാലിഡേഷൻ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് TPRും നമുക്ക് വേണ്ടത് എന്താണ്? വി ഹാവ് ടു കാൽക്കുലേറ്റ് TPR ആൻഡ് FPR. ROC കർവ് കണ്ടുപിടിക്കണമെങ്കിൽ TPRും FPRും കണ്ടുപിടിക്കണം. ഈ TPR FPRും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? TP, TN, FP, FN. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ROC കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പാരാമീറ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ്, അതിന് നമ്മൾ പറയുന്നൊരു പേരാണ്, വി കോൾ ഇറ്റ് ആസ് ബൈ ദ നെയിം ത്രഷോൾഡ്. പാരാമീറ്ററിൻ്റെ ത്രഷോൾഡ് വാല്യൂ വേരിയസ് ത്രഷോൾഡ് വാല്യൂ എടുക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് 0.80 ആണ് കിട്ടിയെന്ന് വിചാരിക്കും ഒരു റിഗ്രഷൻ പ്രോബ്ലത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാലിഡേഷൻ സെറ്റ് ഉണ്ടെങ്കിൽ 0.10 ത്രഷോൾഡ് വാല്യൂ വെച്ചിട്ട് TP, TN, FP, FN കണ്ടുപിടിക്കും. ഒരു 300 എക്സാമ്പിൾസ് ഉള്ള ഒരു വാലിഡേഷൻ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് TPയുടെ ത്രഷോൾഡ് 0.20 വെച്ചിട്ട് എന്ത് പറയുന്നു? ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും. TP, TN, FP and FN. സിമിലർലി 0.30 ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ നമുക്ക് എത്ര വരെ കണ്ടുപിടിക്കാം? ഈ ത്രഷോൾഡിൻ്റെ വാല്യൂ അപ് ടു ലൈസ് ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് 0ക്കും 1നും ഇടയ്ക്ക് ഞാൻ ഒരു 10 ത്രഷോൾഡ് വാല്യൂ ഉപയോഗിച്ചു. സോ വി വിൽ ഗെറ്റ് 10 ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് TP, TN, FP ആൻഡ് FN ഫോർ എ വാലിഡേഷൻ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 300 എക്സാമ്പിൾസ്. ഒരു 300 എക്സാമ്പിൾസ് ഉള്ള വാലിഡേഷൻ സെറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും വാല്യൂ കിട്ടും. ഈ വാല്യൂസ് നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്
you can easily draw the ROC curve for that particular case. അപ്പോൾ ഇതിനകത്ത് ഓരോ എക്സാമ്പിൾസിൻ്റെയും ഈ വാല്യൂസ് എനൂൺഷിയേറ്റ് ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് by assigning all possible values to the parameters in the classifier. പാരാമീറ്റേഴ്സിന് ഓരോ വാല്യൂസും അസൈൻ ചെയ്തിട്ട് ആ വാല്യൂസ് അതിനനുസരിച്ച് കിട്ടുന്ന പോയിൻറ്റ്സ്, ആ പോയിൻറ്റ്സ് ആണ് നമുക്കിപ്പോൾ ഈ കേസിലാണെങ്കിൽ നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടും, നമുക്ക് ഇതിനകത്ത് 10 പോയിൻറ്റ്സ് കിട്ടും. ഈ 10 പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ROC കർവ്. ഈ രീതിയിലാണ് നമ്മൾ ROC കർവ് പ്ലോട്ട് ചെയ്യുന്നത്. ഇനി ഈ ROC കർവിൻ്റെ വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, closer the ROC curve to the top left corner of the ROC space, the better the accuracy of the classifier. അപ്പോൾ ഇതിനകത്ത് നോക്കാം, ഈ പോയിന്റ് ആണ് ആക്ച്വലായിട്ട് ബെസ്റ്റ് കറക്റ്റ് പ്രൊഡിക്ഷൻ. അപ്പോൾ ഇതുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ടോപ്പ് ലെഫ്റ്റ് കോർണറിലോട്ട് ക്ലോസ് ആയിട്ട് വരുന്ന, ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ 3 മോഡലുണ്ട്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പ് ലെഫ്റ്റ് കോർണർ എന്ന് വെച്ചാൽ ഇതാണ്. ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറിന് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ROC കർവാണ് എന്താണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് ഈ റീജിയനാണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും, 1 ആയിട്ട് മാറും. ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ക്ലാസിഫയർ ഏതാണോ അതാണ്, ദാറ്റ് ക്ലാസിഫയർ ഈസ് ദ ബെസ്റ്റ് ക്ലാസിഫയർ. അപ്പോൾ നമുക്ക് ROC കർവ് വരയ്ക്കുമ്പോൾ എന്താണ്, ഈ 3 ക്ലാസിഫയർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു ബേഷ്യൻ ക്ലാസിഫയർ മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഇതിനകത്തൊരു റിഗ്രഷൻ മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു SVM ക്ലാസിഫയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വി ഗെറ്റ് 3 മോഡൽസ്. ഇതിൻ്റെ 3 ROC കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്ലാസിഫയർ ഏതാണ്, C ആണ്. എന്തുകൊണ്ടാണ്, C എപ്പോഴും ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറുമായിട്ട് അടുത്ത് നിൽക്കുന്ന കർവ് ഏതിനാണോ ദാറ്റ് വിൽ ഗിവ് യു ദി ബെസ്റ്റ് മോഡൽ എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ROC സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ROC സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏരിയ അണ്ടർ ദ കർവ്, ഈ പെർട്ടിക്കുലർ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും C ആണെങ്കിൽ ഇത്രയും ഏരിയ, ഈ ഏരിയ അണ്ടർ ദ കർവിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ROC സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ കേസ് ഓഫ് എൻ ROC സ്പേസ്. ഈ ROC സ്പേസിൻ്റെ വാല്യൂ മാക്സിമം എത്ര വരെ വരാം, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ROC സ്പേസ്, ഇറ്റ് ക്യാൻ ബി 1 ആണെങ്കിൽ ദ ബെസ്റ്റ് പ്രെഡിക്റ്റർ. 1 ആകുമ്പോൾ എന്താ അർത്ഥം, ഈ പെർട്ടിക്കുലർ മോഡൽ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ്, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ROC സ്പേസിൻ്റെ മൊത്തം ഏരിയ 1 ആണ് എന്നർത്ഥം. അപ്പോൾ ദാറ്റ് വിൽ ഗിവ് യു ദ ബെസ്റ്റ് ക്ലാസിഫയർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ROC കർവ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ട്, ആ ഡാറ്റ സെറ്റിൽ നമ്മളൊരു 4 ക്ലാസിഫയർ അപ്ലൈ ചെയ്ത് നോക്കി, 4 ക്ലാസിഫിക്കേഷൻ അൽഗോരിതം അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തതെന്ന് നമുക്ക് എങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ROC കർവ് പ്ലോട്ട് ചെയ്യുക. 3 ഡിഫറെൻറ്റ് അൽഗോരിതം ആണെങ്കിൽ യു വിൽ ഗെറ്റ് 3 ഡിഫറെൻറ്റ് ROC കർവ്സ്. ആ ROC കർവ്സിനകത്ത് മാക്സിമം ROC സ്പേസ് ഏതിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് ക്ലാസിഫയർ ഈസ് ദി ബെസ്റ്റ് ക്ലാസിഫയർ ആസ് ഫാർ ആസ് ദി മെഷീൻ ലേണിംഗ് അൽഗോരിതം ഈസ് കൺസേൺഡ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ഇതിനകത്ത് അടുത്തത് ഒരു എക്സാമ്പിളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് പ്ലോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനത് പറയാം. ഇതൊരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഡാറ്റ സെറ്റാണ്. ഇതിനകത്ത് മൊത്തം 300 എക്സാമ്പിൾസ് ഉണ്ട്. ദർ വിൽ ബി 300 എക്സാമ്പിൾസ് ഇൻ ദിസ് ഡാറ്റ സെറ്റ്. ഈ 300 എക്സാമ്പിൾസിൽ നമുക്ക് ഇതിനകത്ത് ഈ BMI എന്ന് പറഞ്ഞ വാല്യൂ ആണ്. BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇതിനകത്ത് എത്രയാണ്, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള 100 എക്സാമ്പിൾസും നോർമൽ ആയിട്ടുള്ള പേഴ്സൺസിലുള്ള 200 എക്സാമ്പിൾസും ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള കേസ് 100 എക്സാമ്പിൾസ് ഉണ്ട്. Actually 100 examples belongs to breast cancer and 200 examples are normal persons.
ഇനി ഇതിനകത്ത് BMI എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുടെ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ബൈ ഹൈറ്റ്. അതാണ് BMI വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫയറിനകത്ത് നമ്മൾ മൊത്തം എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 300 എക്സാമ്പിൾസ് ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ അൽഗോരിതത്തിൽ BMI വാല്യൂ 18 വെച്ചിട്ട് നമ്മൾ 18 ഫിക്സ് ചെയ്ത്, അതൊരു കട്ട് ഓഫ് വാല്യൂ ആണ്. 18 എന്ന് പറഞ്ഞ BMI വാല്യൂ ഫിക്സ് ചെയ്തിട്ട് ഓക്കെ, ഈ 18 BMI വാല്യൂ ഉള്ള വാല്യൂ 18നേക്കാളും കൂടുതലുള്ളതിന് പോസിറ്റീവ് എന്നും 18നേക്കാളും കുറവുള്ളത് നെഗറ്റീവായിട്ടും കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കുക. പിന്നെ നമുക്കൊരു ആക്ച്വൽ ഡാറ്റാ സെറ്റും ഉണ്ട്, ഒരു വാലിഡേഷൻ ഡാറ്റാ സെറ്റും ഉണ്ട്. അപ്പോൾ പ്രെഡിക്റ്റഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് യു വിൽ കാൽക്കുലേറ്റ് TP, FP, FN ആൻഡ് ആസ് വെൽ ആസ് TN. എന്നിട്ട് TPRും FPRും കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പാരാമീറ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ത്രഷോൾഡ് എന്ന് പറയുന്നത് ഈ BMI വാല്യൂ ആണ്. ഓക്കെ, ഇതിനകത്ത് എത്ര BMI വാല്യൂസ് കൊടുത്തിട്ടുണ്ട്? 12 BMI വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 3, 4, 12 BMI വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ 12 BMI വാല്യൂസ് വെച്ച് നോക്കിയിട്ട് ഈ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു? ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് 18ന് മേളിലാണ് BMI വാല്യൂ എങ്കിൽ പോസിറ്റീവ് ക്യാൻസർ, ബ്രെസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നും 18ന് താഴെയുള്ളത് നോർമൽ പേഴ്സൺ ആണെന്ന് ക്ലാസിഫൈ ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ട്രൂ പോസിറ്റീവ് ആക്ച്വലി എത്ര പേര് ബ്രെസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു, അതിൽ എത്ര പേര് ബ്രെസ്റ്റ് ക്യാൻസർ ഉണ്ട്, അതിൽ എത്ര പേര് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതാണ് ട്രൂ പോസിറ്റീവ്. 100 എണ്ണം ഉണ്ട്. ഇനി ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നോർമൽ പേഴ്സണായിട്ട് 200 പേരുണ്ട്. നോർമൽ പേഴ്സൺ തന്നെ നമ്മൾ ഫാൾസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നോർമൽ പേഴ്സൺസ് 200 പേരുണ്ട്. പക്ഷെ ആ 200 പേരെയും കറക്റ്റായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ദിസ് ഈസ് എ പെർഫെക്റ്റ് മോഡൽ. TPR 1ഉം FPR 1ഉം ആണ്. അപ്പോൾ ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് നമ്മൾ ROC കർവിൻ്റെ ഈ പോയിന്റ് ആണ്. TPR is equal to 1 and FPR is equal to 1. ഓക്കെ, ടോപ്പ് ലെഫ്റ്റ് കോർണർ TPR is equal to 1, അല്ല ടോപ്പ് റൈറ്റ് കോർണർ TPR is equal to 1 and FPR is equal to 1. ഓക്കെ, അതുപോലെ നമുക്ക് 12 പോയിന്റ്സ് കിട്ടുന്നു. ഈ 12 പോയിന്റ്സ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. 12 കട്ട് ഓഫ് വാല്യൂസ്, 12 കട്ട് ഓഫ് വാല്യൂസിൻ്റെ TPR എടുക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, ഇവിടെ 2 പോയിന്റ് ഉണ്ട്, 11, 12. ഓക്കെ, അപ്പോൾ 12 കട്ട് ഓഫ് വാല്യൂസ് ഉണ്ട്. ഈ 12 കട്ട് ഓഫ് വാല്യൂസ് വെച്ചിട്ട് അതിൻ്റെ TPR FPR എടുത്തു. ഇത് തമ്മിൽ കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ കർവ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ കർവാണ് ശരിക്കും. ഈ കർവിനകത്ത് ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് ROC സ്പേസ്. ഓക്കെ, ഇനി ഒരു പെർഫെക്റ്റ് ക്ലാസിഫയർ ആണെങ്കിൽ എന്താണ്? ഇത് ഫുള്ളും ഈ ROC സ്പേസിൻ്റെ ഈ കർവ് ഏതിലോട്ട് വരണം? ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറിലോട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുമ്പോൾ the area under the curve, area under the shaded region will becomes 1. ഇത് 1നോട് എത്ര അടുത്ത് നിൽക്കുന്നു അത്രയും പെർഫെക്റ്റ് ആണ് ആ ക്ലാസിഫയർ എന്ന് പറയാം. സോ ദിസ് ഈസ് അബൌട്ട് ദി ROC space and the ROC classifier. I hope that all of you understood this concept.